അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖുൽ ഇസ്ലാമിലെ 3-ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു സാലിസ, 3-ാമത്തെ പാഠം, സയ്യിദുൽ അയ്യാം. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ്. ആദം അലൈഹിസലാമിനെ സൃഷ്ടിച്ചത് അന്നാണ്. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നതും ഭയാനക ശബ്ദമുണ്ടാകുന്നതും വെള്ളിയാഴ്ചയായിരിക്കും. അതിനാൽ ആ ദിനത്തിൽ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. അപ്പോൾ ഒരാൾ ചോദിച്ചു, അങ്ങയുടെ ശരീരം ദ്രവിച്ചു പോയാൽ എങ്ങനെയാണ് പ്രദർശിപ്പിക്കപ്പെടുക? അവിടുന്ന് പറഞ്ഞു, നബിമാരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുകയില്ല. അല്ലാഹു തആല അത് വിലക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. നാട്ടിൽ താൽക്കാലിക താമസക്കാരനോ സ്ഥിര താമസക്കാരനോ ആയ എല്ലാ മുക്കല്ലഫായ പുരുഷനും ജുമുഅ നിർബന്ധമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും 132 കിലോമീറ്ററിൽ കുറയാത്ത ദൂരത്തേക്കുള്ള ഹലാലായ യാത്രക്കാർക്കും രോഗം പോലുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും ജുമുഅ നിർബന്ധമില്ല. ഇനി അടുത്തത് നോക്കൂ. ജുമുഅയ്ക്ക് 6 ഷർത്തുകളുണ്ട്. 1. നാടിന്റെ പരിധിക്കുള്ളിലെ സ്ഥലത്ത് വെച്ചാവുക. 2. നാടിന്റെ പരിധിക്കുള്ളിൽ ഈ ജുമുഅയുടെ മുൻപോ കൂടെയോ മറ്റൊരു ജുമുഅ ഇല്ലാതിരിക്കുക. എന്നാൽ ശർഈയായ കാരണങ്ങളുണ്ടെങ്കിൽ ഒന്നിലധികം ജുമുഅ ആകാവുന്നതാണ്. 3. ളുഹറിന്റെ സമയത്താവുക. 4. ജുമുഅയുടെ അഹ്ലുകാരിൽപ്പെട്ട 40 ആളുകൾ ഉണ്ടാവുക. ഖുത്ബയുടെ സമയത്തോ നിസ്കാര സമയത്തോ 40 ആളുകളില്ലെങ്കിൽ ജുമുഅ സാധുവാകുകയില്ല. 5. 1-ാം റക്അത്ത് ജമാഅത്തായി നടക്കുക. ഇമാമിന്റെ 2-ാം റക്അത്തിലെ റുകൂഇൽ തുമഅനീനത്ത് ലഭിക്കും വിധത്തിൽ തുടർന്നവന് ജുമുഅ ലഭിക്കും. അതിനുശേഷം വന്നവൻ ജുമുഅയുടെ നിയ്യത്ത് ചെയ്ത് തുടരുകയും ഇമാമിന്റെ സലാമിനു ശേഷം ളുഹറായി പൂർത്തീകരിക്കുകയും വേണം. 6. സഹീഹായ 2 ഖുത്ബയ്ക്ക് ശേഷമാവുക. അറബി ഭാഷയിലെ ഖുത്ബ സഹീഹാവുകയുള്ളൂ. നിസ്കാരം പോലെ അത് ഒരു ആരാധനയാണ്. അതിന് പ്രത്യേകം ഷർത്തുകളും റുക്കുനുകളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മുൻകഴിഞ്ഞ മുസ്ലിങ്ങളുമെല്ലാം അറബിയിൽ മാത്രമേ ഖുത്ബ നിർവഹിച്ചിട്ടുള്ളൂ. അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതൽ ബിദ്അത്തും ഹറാമുമാണ്. ജുമുഅ സഹീഹാവുകയുമില്ല. ജുമുഅയുടെ 6 ഷർത്തുകൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കുക. ഇനി നോക്കൂ, വെള്ളിയാഴ്ചയിലെ പ്രധാന സുന്നത്തുകൾ. 1. വെള്ളിയാഴ്ച രാവിലും പകലിലും സൂറത്തുൽ കഹ്ഫ് ഓതുക. സുബഹിന് ശേഷം അത് മുഅക്കദായ സുന്നത്താണ്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. 3. ഇജാബത്തിന്റെ സമയം പ്രതീക്ഷിച്ച് ദുആ വർദ്ധിപ്പിക്കുക. 4. ജുമുഅയ്ക്ക് പോകാനെടുത്ത സമയത്ത് കുളിക്കുക. 5. നേരത്തെ പോകുക. 6. വെളുത്ത വസ്ത്രം ധരിക്കുക. 7. സുഗന്ധം പൂശുക. 8. സാവധാനത്തോടെ ദീർഘമായ വഴിയിലൂടെ നടന്നു പോവുക. അപ്പോൾ ഇതെല്ലാം വെള്ളിയാഴ്ചയിലെ സുന്നത്തുകളാണ്. ഇനി അടുത്തത് നോക്കൂ, വെള്ളിയാഴ്ചയിലെ കറാഹത്തുകൾ. 1. കുളിക്കാതെ ജുമുഅയ്ക്ക് പോവുക. 2. ധൃതിയിൽ പോവുക. എന്നാൽ ജുമുഅ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ധൃതിയിൽ പോകൽ നിർബന്ധമാണ്. 3. കാരണമില്ലാതെ മറ്റുള്ളവരുടെ പിരടിയുടെ നേരെ കാൽ വരുന്ന നിലയിൽ ചാടിക്കടക്കുക. 4. ഖുത്ബയുടെ സമയത്ത് സംസാരിക്കുക. 5. ഖുത്ബയുടെ സമയത്ത് മുട്ടുകെട്ടിയിരിക്കുക. അപ്പോൾ ഇതെല്ലാം വെള്ളിയാഴ്ചയിലെ കറാഹത്തുകളാണ്. നിങ്ങൾ ഇതെല്ലാം തെറ്റിപ്പോവാതെ പഠിക്കുക. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ജുമുഅയ്ക്ക് 2 അദാൻ സുന്നത്താണ്. ആദ്യ അദാൻ ളുഹറിന്റെ അദാനിന്റെ സമയത്തും 2-ാം അദാൻ ഖത്തീബ് മിമ്പറിൽ കയറിയതിനു ശേഷവുമാണ്. ഖുത്ബയ്ക്ക് മുമ്പ് മആശിറ വിളിക്കലും ജുമുഅ നിസ്കാരത്തിൽ ഫാത്തിഹയും സൂറത്തും ജഹറാക്കി ഓതലും 1-ാം റക്അത്തിൽ സൂറത്തുൽ ജുമുഅയോ സബ്ബിഹിസ്മയോ ഓതലും 2-ാം റക്അത്തിൽ മുനാഫിഖൂനയോ ഹൽ അത്താക്കയോ ഓതലും സുന്നത്താണ്. ജുമുഅ നഷ്ടപ്പെടുമെന്ന് ഭയന്നാൽ ജുമുഅ നിർബന്ധമായവന് വെള്ളിയാഴ്ച ഫജറിന് ശേഷം യാത്ര പോകൽ ഹറാമാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ജുമയുടെ ഷർത്തുകൾ, അതുപോലെ തന്നെ വെള്ളിയാഴ്ചയിലെ സുന്നത്തുകൾ, വെള്ളിയാഴ്ചയിലെ കറാഹത്തുകൾ, ഇതെല്ലാം നിങ്ങൾ തെറ്റിപ്പോവാതെ പഠിക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്.
തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നെഹ്താറുൽ മുനാസിബ്, അതായത് ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷനിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കാനുള്ളതാണ്. നോക്കൂ, ജുമുഅ നിർബന്ധമില്ലാത്തവർ. ഓപ്ഷൻസ് നോക്കൂ. കച്ചവടക്കാർ, ജോലിക്കാർ, ദീർഘയാത്രക്കാർ. ശരി ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ, ദീർഘയാത്രക്കാർ. 2. ജുമുഅ സാധുവാകാൻ വേണ്ട ആളുകൾ. ഓപ്ഷൻസ് നോക്കൂ. 30, 40, 20. ശരി ഉത്തരം രണ്ടാമത്തെ ഓപ്ഷൻ 40. 3. അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതൽ. ഓപ്ഷൻസ് നോക്കൂ. സുന്നത്ത്, കറാഹത്ത്, ഹറാം. ശരി ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ, ഹറാം. 4. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതൽ മുഅക്കദായ സുന്നത്തുള്ള സമയം. ഓപ്ഷൻസ് നോക്കൂ. സുബഹിന് ശേഷം, ജുമയ്ക്ക് ശേഷം, രാത്രി. ശരി ഉത്തരം ഒന്നാമത്തെ ഓപ്ഷൻ, സുബഹിന് ശേഷം. 5. നോക്കൂ. ജുമുഅയുടെ 1-ാം റക്അത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്ത്. ഓപ്ഷൻസ് നോക്കൂ. സബ്ബിഹിസ്മ, ഹൽ അത്താക, അൽ മുനാഫിഖൂന. ശരി ഉത്തരം സബ്ബിഹിസ്മ. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം. നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 1. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? ഉത്തരം വെള്ളിയാഴ്ച. 2. കുളിക്കാതെ ജുമയ്ക്ക് പോകുന്നതിന്റെ വിധിയെന്ത്? ഉത്തരം കറാഹത്ത്. 3. വെള്ളിയാഴ്ച സൃഷ്ടിക്കപ്പെട്ട നബി ആര്? ഉത്തരം ആദം നബി അലൈഹിസ്സലാം. 4. ജുമുഅയ്ക്ക് എത്ര ഷർത്തുകളുണ്ട്? ഉത്തരം 6 ഷർത്തുകൾ. 5. ഖുത്ബയുടെ സമയത്ത് മസ്ജിദിൽ കറാഹത്തുള്ള ഇരുത്തം ഏത്? ഉത്തരം മുട്ടുകെട്ടിയുള്ള ഇരുത്തം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം. നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. ഭൂമിയെ അല്ലാഹു തആല വിലക്കിയിട്ടുണ്ട്. എന്തിൽ നിന്ന്? ഉത്തരം നബിമാരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുന്നതിൽ നിന്ന്. 2. ജുമുഅ നിർബന്ധമാണ്. ആർക്ക്? ഉത്തരം നാട്ടിൽ താൽക്കാലിക താമസക്കാരനോ സ്ഥിര താമസക്കാരനോ ആയ എല്ലാ മുക്കല്ലഫായ പുരുഷനും. 3ാമത്തെ ചോദ്യം. ജുമുഅയിൽ 2-ാം റക്അത്തിലെ റുകൂഇന് ശേഷം ഇമാമിനെ തുടർന്നവൻ എന്തു ചെയ്യണം? ഉത്തരം അവൻ ജുമുഅയുടെ നിയ്യത്ത് ചെയ്ത് തുടരുകയും ഇമാമിന്റെ സലാമിന് ശേഷം ളുഹറായി പൂർത്തീകരിക്കുകയും വേണം. 4ാമത്തെ ചോദ്യം. ജുമുഅയ്ക്ക് അദാൻ വിളിക്കണം. എപ്പോഴെല്ലാം? ഉത്തരം ആദ്യ അദാൻ ളുഹറിന്റെ അദാനിന്റെ സമയത്തും 2ാം അദാൻ ഖത്തീബ് മിമ്പറിൽ കയറിയതിനു ശേഷവും. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം. നക്തബ് ഫിക്ര, പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. 1. വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങൾ. നമുക്കത് നോക്കാം. വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങൾ എന്ന് ഹെഡിങ് കൊടുക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ്. ആദം അലൈഹിസലാമിനെ സൃഷ്ടിച്ചത് അന്നാണ്. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നതും ഭയാനക ശബ്ദമുണ്ടാകുന്നതും വെള്ളിയാഴ്ചയായിരിക്കും. അതിനാൽ വെള്ളിയാഴ്ച ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്നും അവരുടെ സ്വലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രദർശിപ്പിക്കപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നക്തുബ് ഫിക്ര, അതിലെ 2ാമത്തത് നോക്കൂ. ഖുത്ബയുടെ ഭാഷ, അതിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. നോക്കൂ, ഖുത്ബയുടെ ഭാഷ എന്ന് ഹെഡിങ് കൊടുക്കുക. അറബി ഭാഷയിലെ ഖുത്ബ സഹീഹാവുകയുള്ളൂ. നിസ്കാരം പോലെ അത് ഒരു ആരാധനയാണ്. അതിന് പ്രത്യേകം ഷർത്തുകളും റുക്കുനുകളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മുൻകഴിഞ്ഞ മുസ്ലിങ്ങളുമെല്ലാം അറബിയിൽ മാത്രമേ ഖുത്ബ നിർവഹിച്ചിട്ടുള്ളൂ. അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതൽ ബിദ്അത്തും ഹറാമുമാണ്. ജുമുഅ സഹീഹാവുകയുമില്ല. തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം. തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. താഴെ തന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. 1. എന്റെ വെള്ളിയാഴ്ച ദിവസം ആൺകുട്ടികൾ തയ്യാറാക്കണം. 2. എന്റെ വെള്ളിയാഴ്ച ദിവസം പെൺകുട്ടികൾ. അപ്പൊ ഇവിടെ ഞാനൊരു മോഡലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു തഹസീസ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. നോക്കൂ. എന്റെ വെള്ളിയാഴ്ച ദിവസം ആൺകുട്ടികൾ. ഞാൻ അനസ്. ഞാൻ വെള്ളിയാഴ്ച ദിവസം നേരത്തെ എഴുന്നേറ്റ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ച് ഉപ്പയുടെ കൂടെ പള്ളിയിൽ പോയി സുബഹ് നിസ്കാരം നിർവഹിക്കും. പിന്നീട് വീട്ടിൽ വന്ന് ഉപ്പയും ഞാനും ഖുർആൻ ഓതും. സൂറത്തുൽ കഹ്ഫ് പ്രത്യേകം ഓതൽ സുന്നത്തായ ദിവസമായതുകൊണ്ട് തന്നെ സുബഹിന് ശേഷം ഈ സൂറത്ത് പാരായണം ചെയ്യും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലും. പിന്നീട് ജുമാ നമസ്കാരത്തിന് വേണ്ടി കുളിച്ചൊരുങ്ങും. വെള്ള വസ്ത്രവും തൊപ്പിയും അണിയും. സുഗന്ധം പൂശി നേരത്തെ തന്നെ പള്ളിയിലേക്ക് പുറപ്പെടും. പള്ളിയിലെത്തി സുന്നത്തായ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം നിർവഹിക്കും. ഒരുപാട് ആളുകൾ വരാറുണ്ട്. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം എനിക്ക് അനുഭവപ്പെടും.
കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും കൂടുന്ന ഒരു ദിവസം. ബാങ്ക് കൊടുത്തു. 2 ബാങ്കുകൾ. ഈ ദിവസത്തിന്റെ മഹത്വം ആലോചിച്ചപ്പോൾ ഒരു മുസ്ലിമായി പിറന്നതിന്റെ സന്തോഷം. ഇമാമിന്റെ കൂടെ ജുമാ നിസ്കാരം നിർവഹിച്ചു. ഖുത്ബയും നിസ്കാരവും കഴിഞ്ഞ് ഞങ്ങൾ കുടുംബക്കാരുടെ ഖബർ സന്ദർശിക്കും. അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ശേഷം എല്ലാവരോടും സലാം പറഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെടും. തഹ്സീസ് അതിലെ 2ാമത്തെ വർക്ക് നോക്കൂ. എന്റെ വെള്ളിയാഴ്ച ദിവസം. ഇത് പെൺകുട്ടികൾ തയ്യാറാക്കേണ്ടതാണ്. നോക്കൂ, എന്റെ വെള്ളിയാഴ്ച ദിവസം. പെൺകുട്ടികൾ: ഞാൻ റൈഹാന. ഞാൻ വെള്ളിയാഴ്ച ദിവസം പതിവിലും നേരത്തെ എഴുന്നേൽക്കും. ദിനചര്യകൾക്ക് ശേഷം വുളൂ എടുത്ത് ഉമ്മയുടെ കൂടെ സുബഹ് നിസ്കാരം നിർവഹിക്കും. എന്നിട്ട് ഖുർആൻ എടുത്ത് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളം സലാത്തുകൾ ചൊല്ലും. ഞാൻ പുണ്യ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കും. തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. മനമുരുകി അള്ളാഹുവിനോട് ദുആ ചെയ്യും. ശേഷം ഉമ്മയെ ജോലികളിൽ സഹായിക്കും. കുളിച്ച് ഞാനും ഉമ്മയും ഇത്തയും കൂടി ളുഹർ നിസ്കരിക്കും. ദിക്റുകൾ ചൊല്ലും. മരണപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. മഗ്രിബ് നിസ്കാര ശേഷം മൗലൂദുകൾ പാരായണം ചെയ്യും. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഒരു തഹസീസ് വർക്ക് തയ്യാറാക്കുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.